സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതവും സ്നേഹവന്ദനവും അറിയിക്കുന്നു. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അധ്യായം 5 1 തിരുവചനം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട റോമാലേഖനം 5 അധ്യായം 1 തിരുവചനത്തിൽ വിശ്വാസത്താലുള്ള നീതീകരണമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യൻ്റെ നീതീകരണം അഥവാ മനുഷ്യൻ ദൈവികമായിട്ടുള്ള രക്ഷ പ്രാപിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണെന്ന് ഈ വചനം അടിവരയിട്ട് പറയുന്നു. റോമയിൽ പൗലോസ് സ്ഥാപിച്ച സഭയിലെ ജനങ്ങൾ വിശ്വാസത്താലുള്ള നീതീകരണം സംബന്ധിച്ച് അറിവില്ലാത്തവരായിരുന്നു. അവർ പ്രവൃത്തിയിലുള്ള അഥവാ കർമ്മങ്ങളിലുള്ള നീതീകരണത്തിലാണ് വിശ്വസിച്ചിരുന്നത്. അവരെ തിരുത്തുവാൻ പൗലോസ് ഈ ലേഖനം എഴുതിക്കൊണ്ട് പരിശ്രമിക്കുകയാണ്. കർമ്മങ്ങൾ അഥവാ യാഗങ്ങൾ, ബലികൾ, പ്രവൃത്തികൾ ഇതെല്ലാം മോശയുടെ ന്യായപ്രമാണത്തിലൂടെ പണ്ട് ആചരിച്ചു വന്നിരുന്ന നിയമങ്ങളാണ്. എന്നാൽ ഇതിലൂടെ ഒരു മനുഷ്യനും നീതീകരിക്കപ്പെടുവാൻ സാധിക്കുമായിരുന്നില്ല. ഈ പക്ഷിബലിയും അതുപോലെ മൃഗബലിയും ധാന്യങ്ങൾ കൊണ്ടുള്ള ബലികളും എല്ലാറ്റിനുപരിയായി കാളകളെയും ആട്ടുകൊറ്റനെയൊക്കെ അർപ്പിക്കുന്ന ബലികൾ ഒരു ഊനമില്ലാത്ത കുഞ്ഞാടായ യേശുക്രിസ്തുവിൻ്റെ ബലിയുടെ സൂചന അഥവാ നിഴൽ മാത്രമായിരുന്നു. കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ മാനവരാശിയുടെ പാപ പരിഹാര ബലിയായി അർപ്പിക്കുവാനിരുന്ന ആ വലിയ യാഗത്തിൻ്റെ ഒരു നിഴലും സൂചനയുമായിട്ടാണ് പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിൽ ബലികൾ അഥവാ യാഗങ്ങൾ അനുവദിച്ചിരുന്നത്. ഇത് അവരെ ശിശുപാലകരായി നടത്തുന്നത് പോലെയായിരുന്നു. അഥവാ ശിശുക്കൾ ഒരു പാലകൻ്റെ അഥവാ പരിപാലകൻ്റെ നേതൃത്വത്തിൽ മുതിർന്നു വരുന്നു. അതുപോലെ ആ ശിശു മുതിർന്നു വരുമ്പോൾ പിന്നെ ശിശു സഹജമായ കാര്യങ്ങൾ വിട്ടുകളയുന്നു. അതുപോലെയാണ് ന്യായപ്രമാണം നൽകിയിരുന്നത്. ക്രിസ്തുവിങ്കലേക്ക് കൈപിടിച്ച് നടത്തുവാൻ ക്രിസ്തു അർപ്പിച്ച ആ യാഗത്തിൽ ആശ്രയിക്കുവാനും അതിലൂടെയുള്ള രക്ഷ നേടുവാനും മനുഷ്യനെ കൈപിടിച്ച് നടത്തേണ്ടതിന് ന്യായപ്രമാണം ശിശു പരിപാലകനായി ശോഭിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ന്യായപ്രമാണം വ്യർത്ഥമല്ല. ന്യായപ്രമാണം അന്നത്തെ തലമുറയ്ക്ക് അത്യന്താപേക്ഷിതമായിരുന്നു. ആ ന്യായപ്രമാണത്തിലൂടെ പാപമെന്തെന്നറിയുകയും പാപത്തിൽ നിന്ന് പരിഹാരം നേടുവാനുള്ള ആ ബലിയെക്കുറിച്ച് അഥവാ യാഗത്തെക്കുറിച്ച്
അവർ ബോധ്യപ്പെടുകയും ചെയ്തു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ബലിയിലൂടെയാണ് ആ യാഗം പൂർത്തിയാകുന്നത്. യേശു അർപ്പിച്ച യാഗത്തോടെ മറ്റു ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന യാഗങ്ങളെല്ലാം അവസാനിക്കുകയാണ്. യേശു അർപ്പിച്ച യാഗത്തിലൂടെ മാനവരക്ഷ യാഥാർത്ഥ്യമായി തീർന്നുവെന്ന് സാരം. അതേ പ്രിയമുള്ളവരെ, ഇനി ഒരു മൃഗബലിക്കോ ഒരു പക്ഷിബലിക്കോ ഒരു നരബലിക്കോ ആവശ്യമില്ല. യേശു നമുക്ക് വേണ്ടി അർപ്പിച്ച കാൽവരി യാഗത്തിൽ വിശ്വസിച്ചാൽ മാത്രം നമുക്ക് നീതീകരണം ലഭിക്കുന്നതാണ്. ആമേൻ.